നമസ്കാരം. ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക്. കോൺഗ്രസ് നേതൃത്വം എടുക്കുന്ന ചില തീരുമാനങ്ങൾ എത്രത്തോളം ഫാർ റീച്ചിങ് എഫക്റ്റ്, അതായത് ദൂരവ്യാപന ഗുണങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് DMK സഖ്യം ഉപേക്ഷിച്ചുകൊണ്ട് തമിഴക വെട്രിക്കഴകവുമായി കൈകോർത്തുകൊണ്ട് 2 ക്യാബിനറ്റ് മന്ത്രിമാരെ സമ്പാദിച്ചത്. വിശ്വനാഥൻ എന്ന കോൺഗ്രസിന്റെ നേതാവ്, മേലൂരിൽ നിന്നും ജയിച്ച നേതാവ്, ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. തമിഴ്നാടിൻ്റെ ഭാവിയെ കൃത്യമായി വാർത്തെടുക്കുന്ന, തമിഴ്നാടിൻ്റെ യുവജനതയെ കൃത്യമായി ഒരു ദിശാബോധത്തിലേക്ക് എത്തിക്കുന്ന ഒരു വകുപ്പാണ് ഉന്നത വിദ്യാഭ്യാസം. മറ്റൊന്ന് എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ സാംസ്കാരികം എത്രത്തോളം വൈവിധ്യമാർന്നതാണെന്ന് നമുക്കറിയാം. വളരെ ശക്തമായിട്ടുള്ള ടൂറിസം മേഖലയുടെ ആധിപത്യം, അതും കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ ലഭിച്ചിരിക്കുന്നു രാജേഷ് കുമാറിന്. ഇവിടെ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, TVKയുമായി കോൺഗ്രസ് കൈകോർത്തപ്പോൾ നെറ്റി ചുളിച്ച DMK ഇപ്പോൾ അധപ്പതനത്തിൻ്റെ പാതയിലാണ്. നമുക്കറിയാം, തമിഴ്നാട്ടിൽ ഇനി BJPക്ക് യാതൊരു സ്കോപ്പുമില്ല എന്ന തിരിച്ചറിവ് കൊണ്ടാണ് അണ്ണാമലൈ BJP സഖ്യം ഉപേക്ഷിക്കുന്നതും അമിത്ഷായോട് വ്യക്തമാക്കുന്നതും. അണ്ണാമലൈ ഇനി മറ്റേതെങ്കിലും രീതിയിൽ ഒരു പാർട്ടിയെ സ്വയം പ്രഖ്യാപിച്ച് BJPയുമായി സഖ്യം ചേരാം എന്ന് വിചാരിച്ചാൽ പോലും തമിഴ്നാട്ടിൽ അത് ക്ലച്ച് പിടിക്കില്ല എന്ന് മനസ്സിലാക്കാനുള്ള വിവേക ബുദ്ധിയൊക്കെ അദ്ദേഹത്തിനുണ്ട്. IPS നേടിയെടുത്ത് സിവിൽ സർവൻ്റായി ജോലി ചെയ്യേണ്ടതിന് പകരം ഇങ്ങനെ രാഷ്ട്രീയം കളിച്ച് നടക്കാൻ ശ്രമിച്ചപ്പോൾ വാസ്തവത്തിൽ അണ്ണാമലയ്ക്ക് പല കണക്കൂട്ടലുകളും തെറ്റിയിരിക്കുകയാണ്. ഉദ്ദേശ രീതിയിൽ BJP നേതൃത്വം അദ്ദേഹത്തെ പരിഗണിക്കേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ ഒരു കറിവേപ്പല പോലെയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. തമിഴ്നാട്ടിൽ BJPക്ക് സ്കോപ്പൊന്നുമില്ല എന്നുള്ളത് വരുംകാല ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ ഉള്ള ദീർഘവീക്ഷണ ബുദ്ധി ഉള്ളത് കൊണ്ട് തന്നെയാണ് അണ്ണാമലൈ BJPയുമായുള്ള ബാന്ധവം എല്ലാം തന്നെ ഉപേക്ഷിച്ചത്. അണ്ണാമലൈ DMKക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തന രീതിയുമായി മുന്നോട്ട് പോയത് തന്നെയാണ്. സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അണ്ണാമലൈ ശക്തമായ നിലപാടെടുത്തതാണ്. പക്ഷേ തമിഴക വെട്രിക്കഴകത്തിനാണ് അതെല്ലാം കൊയ്തെടുക്കാൻ അവസരം കിട്ടിയത് എന്ന് മാത്രം പറയാതിരിക്കാൻ വയ്യ. പറഞ്ഞു വരുന്ന ഇതാണ്, കോൺഗ്രസ് നേതൃത്വം ദക്ഷിണേന്ത്യയിൽ, ആന്ധ്രയിൽ ഒഴികെ മറ്റെല്ലായിടത്തും പിടിമുറുക്കി കഴിഞ്ഞിരിക്കുകയാണ്. നിർണായക ശക്തിയായി കോൺഗ്രസ് നേതൃത്വത്തിന് മാറാൻ കഴിയുന്ന പല മേഖലകളും തമിഴ് മണ്ണിൽ ഉണ്ട് എന്നുള്ളതും മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ട് എന്നുള്ളതുമാണ്. DK ശിവകുമാർ കർണാടക പിടിച്ചെടുത്തതുപോലെ, VD സതീശൻ കേരളം പിടിച്ചെടുത്തതുപോലെ, രേവന്ത് റെഡ്ഡി തെലങ്കാനയുടെ രാഷ്ട്രീയ മണ്ണിൽ തുടർ വിജയം നാട്ടും എന്നത് ഏറെക്കുറെ ഉറപ്പായതുപോലെ ദക്ഷിണേന്ത്യൻ മേഖലയിൽ BJP ഇനി വരാനുള്ള ചാൻസേ ഇല്ല എന്നുള്ളതും ഉറപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.